برب الفلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم اوصل وبلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم سيما إلى حضرات أرواح أساتذتنا وأساتذة أساتذتنا مشايخنا وإلى حضرات أرواح جميع من اندفعنا بعلومهم يا رب العالمين. اللهم اشدهم تعظيما وتشريفا وتكريما يا الله. اللهم احفظ علينا وعلى من تعلق بنا من فيوضاتهم وأسرارهم. اللهم بحقهم بارك لنا في جميع أمورنا سيما في درسنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم بحقهم وصل بلغ منا ثواب قراءتنا بركة دعائنا إلى حضرات من من آبائنا وأمهاتنا وسائر أقاربنا الموتى. اللهم اغفر لنا ولهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى كل من الصحابة والتابعين أجمعين أما بعد. അർഹമർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മുടെ വേദിയെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖുർആൻ അഹ്ലികാരെ ജീവിച്ച് ഖുർആൻ അഹ്ലികാരെ മരണപ്പെടാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ശുഹദാഇന്റെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അപകടങ്ങളിൽ ആ ദുരന്തങ്ങളിൽ അപകടം പറ്റി കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണ ശമനം നൽകി അല്ലാഹു ആഫിയത്ത് എത്രയും വേഗം തിരിച്ച് പൂർണ്ണമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നഷ്ടപ്പെട്ട് വളരെയധികം ദൈന്യതയിൽ കഴിയുന്ന ആ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു തആല വലിയ സമാശ്വാസവും കരുത്തും അല്ലാഹു നൽകി അവർക്കെല്ലാം വലിയ ഊർജത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ കയറിയവരൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് കേരളത്തെ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തി നല്ലതാണ്. ഇന്നിപ്പം അല്പം തുറക്കാൻ വയ്യതുകൊണ്ട് അത് മിസ്സായെങ്കിലോ. ആ പ്രിയമുള്ളവരെ, നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയുടെ ചർച്ചയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഈ ആയത്തുകളുടെ തഫ്സീറാണ്. അപ്പൊ ഈ ആയത്ത് ചർച്ച ചെയ്യുന്ന കൂട്ടത്തില് അപ്പൊ നമ്മൾ ബിസ്മിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഹംദിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ കുറെ ഫളായിലുകളും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ നമ്മൾ ഹംദിനെ കുറിച്ച് പറയുമ്പോൾ ഹംദിന്റെ മസ്ലകൾ ചെറുത് മനസ്സിലാക്കേണ്ടതും ഹംദിന്റെ ചില കാര്യങ്ങൾ അറിയണം. അപ്പൊ ഹംദിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഹംദലത്ത്. അപ്പോ നമ്മൾ പറഞ്ഞു ഹംദും ശുക്രും. ഹംദ് എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ടുള്ള പുകഴ്ത്തിപ്പറയലാണ്. ലാസിമ മുതഅദ്ദിയായ ഔസാഫുകളുടെ മേൽ നാവ് കൊണ്ടുള്ള പുകഴ്ത്തിപ്പറച്ചിലാണ് ഹംദ് എന്ന് പറയുക. അതേ സമയത്ത് അതിനേക്കാൾ വ്യാപകമായ രീതിയിൽ ചെയ്യാൻ നിർവഹിക്കാൻ പറ്റുന്നതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. ശുക്ർ എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് തന്നെ ആകണമെന്നില്ല, എങ്ങനെയും ആകാം. അപ്പൊ ഇവിടെ മഹാന്മാര് പറഞ്ഞതാണ്, കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നുണ്ടോ? ശുക്ർ നന്ദി എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ സാധാരണയുള്ള ഹംദ് പുകഴ്ത്തൽ അല്ലെങ്കിൽ എന്താണ് പ്രശംസയ്ക്ക് തന്നെയാണ് നന്ദി എന്നത് ഭാഷാപരമായ അർത്ഥമുള്ളത്. സാധാരണഗതിയുള്ള ഹംദ് സ്തുതിക്കൽ എന്നാണ്. എന്നാൽ ഉറുഫൻ പതിവില് എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ, ഹംദിനെ കുറിച്ച് പറയുമ്പോൾ ശുക്രിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. ശുക്ർ എന്ന് പറയാൻ എന്താ, നന്ദി പ്രകടനം എന്നാൽ എന്താണ്, പരിശുദ്ധമായ ദീൻ ഉദ്ദേശിക്കുന്ന നന്ദി എന്താണ്? അത് സർഫുൽ അബ്ദി ജമീഅ മാ അൻഅമ അല്ലാഹു ബിഹി അലൈഹി ഫീമാ ഖുലിഖ ലിഅജ്ലി. ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അതെന്തൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്
അതിനുവേണ്ടി അതിനുവേണ്ടി ചെലവഴിക്കലാണ്, അതിനുവേണ്ടി വിനിയോഗിക്കലാണ് നന്ദി എന്നാൽ. ഐ ഐ യസ്രിഫ ജമീഅൽ അഅദാഇ വൽ മആനി അല്ലതി അൻഅമ അല്ലാഹു അലൈഹി ബിഹാ ഫി ത്വാആത്ത് അല്ലതി തുരിബ ഇസ്തിഅമാലുഹാ ഫീഹാ. എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണ്? അതായത് ഒരാൾ അവന്റെ മുഴുവൻ അവയവങ്ങളെയും അവന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവകളെ കൊണ്ട് എന്തൊരു ഉപയോഗമാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഉപയോഗമാകുന്ന ത്വാആത്തുകളിൽ അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തലാണ് നന്ദി എന്നാൽ. അതാണ് ശരിയായ നന്ദി. അപ്പൊ ഫൈനിസ്തഅമലഹ അവിടെ തന്നെ പറയാം, ഫൈനിസ്തഅമലഹ ഫി ഔഖാത്തി മുഖ്തലിഫ. അപ്പൊ ഒരാൾ അവന് കിട്ടിയ അനുഗ്രഹങ്ങളെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഇതിനെ അങ്ങനെ ആ നന്ദി അനുഗ്രഹങ്ങളിലെ എന്തൊരു ലക്ഷ്യമാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ അവനെ പടക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി ആ ത്വാഅത്തിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ ഉപയോഗപ്പെടുന്ന വ്യത്യസ്ത സമയങ്ങളിൽ ആയിട്ടാണ്. എപ്പോഴും ഇല്ല, പല സമയങ്ങളിലായിട്ടാണ് അവൻ നന്ദി കാണിക്കുന്നതെങ്കിൽ ഈ സുമ്മിയ ഷാക്കിറ, അവന് പറയുന്ന പേരാണ് ഷാക്കിറൻ. അവൻ നന്ദി കാണിക്കുന്നവനാണ്, നന്ദിയുള്ളവനാണ്. എന്ത് ചെയ്യുന്നു? അവൻ പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി അവന് കിട്ടിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് വഴിപ്പെടുന്ന വഴിയിലായിട്ട് അവൻ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് ഒരേ സമയം തന്നെ അവന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നിനു വേണ്ടിയാണോ അതിനെ അവന് സമ്മാനിച്ചത് അതിനുവേണ്ടി അവൻ വിനിയോഗിക്കുന്നുവെങ്കിൽ സുമ്മിയ ഷക്കൂറ, അവന് പറയുന്ന പേരാണ് ഷക്കൂർ എന്ന്, ധാരാളം എന്ന് പ്രകടിപ്പിക്കുന്നവൻ. നല്ല പ്രയോഗം ഉണ്ടല്ലോ, ഷക്കൂർ എന്നുകൊണ്ട് പ്രയോഗം, ഷാക്കിർ എന്നുണ്ട്. അപ്പൊ ഷക്കൂർ വഹുവ ഖലീൽ, അങ്ങനെ ഒരേ സമയം തന്നെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ നന്ദിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ കുറവാണ്. അതാ വഹുവ ഖലീൽ. അങ്ങനെ ഷക്കൂറാകുക, ഒരു അടിമ ഷാക്കിറാകാൻ എളുപ്പമാണ്, ഷക്കൂറാകാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഷക്കൂറാകുന്ന അടിമകൾ അത് ഖലീൽ, ചുരുക്കമാണ്. അതാണ് ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വാക്കുണ്ടല്ലോ, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാരാണ് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുന്നവർ. വല്ലാതെ നന്ദി പ്രകടിപ്പിക്കുന്ന, ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ സമയവും ഒരേ സമയം തന്നെ എല്ലാ അനുഗ്രഹങ്ങളും നന്ദിക്ക് വേണ്ടി ഉപയോഗപ്പെടുന്ന ആൾക്കാർ അവർ ചുരുക്കമാണ്. അപ്പൊ അങ്ങനത്തെ അടിമകൾക്ക് പറയുന്ന പേരാണ് ഷക്കൂർ എന്ന്. അപ്പോ ഹംദിനെ കുറിച്ച് ശുക്രിന്റെ അവസ്ഥ പറഞ്ഞപ്പോൾ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. എന്ന് മാത്രമല്ല ഫിഖീലെ ഗ്രന്ഥങ്ങളിൽ കാണാം, ബഹുമാനപ്പെട്ട ഇമാം ശിബ്റാമുല്ലസി തങ്ങള് ആ ഒരു രൂപം, എങ്ങനെ ഒരു അടിമ അവന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ ഒരേ സമയം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ത്വാഅത്തിനായി അല്ലെങ്കിൽ അവൻ എന്തൊന്നിനു വേണ്ടിയാണോ പടച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന രൂപം എങ്ങനെയാണ്, ആ രൂപം എങ്ങനെ മനസ്സിലാക്കാം? ഉദാഹരണം പറയാണ്, ബിമൻ, ഒരാൾ ഹമല ജനാസത്തൻ, അയാള് ജനാസ വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഒരാൾ മയ്യത്ത് വഹിച്ചുകൊണ്ട് പോവുകയാണ്. മയ്യത്ത് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ മയ്യത്ത് വഹിക്കുക എന്ന ആ വഹിക്കാൻ വേണ്ടി അയാൾ താങ്ങുന്ന ചുമളും പിടിക്കുന്ന കൈയും ഇതെല്ലാം എന്താണ് ഓൾറെഡി അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെടുന്ന ഒരു ത്വാഅത്തിനായി എൻഗേജ് ആണ്. അതേസമയം മുത്തഫക്കിറൻ, അയാളുടെ ചിന്തയോ ബുദ്ധിയോ മുത്തഫക്കിറൻ ഫീ മസ്നൂആത്തില്ല, അയാളെ മയ്യത്ത് വഹിച്ചുകൊണ്ട് പോവുകയാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ നിർമ്മിതികളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് അയാൾ നല്ല വിചാരത്തിലാണ്. അയാളുടെ ആലോചന ചിന്ത എന്തിനെ കുറിച്ചാണ്? ഈ പടപ്പുകളുടെ അവസ്ഥ അല്ലെങ്കിൽ സൃഷ്ടികളുടെ അവസ്ഥ, അള്ളാഹു തല ലോകത്തിന്റെ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ആകാശത്തിന്റെ നക്ഷത്രങ്ങളിലെ ഇങ്ങനെ അള്ളാഹുവിന്റെ മസ്നൂആത്തുകളെ കുറിച്ചുള്ള ആലോചനയാണ് അയാളുള്ളത്. അപ്പൊ അയാൾ ബുദ്ധിപരമായി അയാളുടെ ബുദ്ധി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നാദിറൻ ലിമാ ബൈന യദൈഹി, അയാളെ കണ്ണെവിടേക്കാണ്? നാദിർ, അയാൾ നോക്കിക്കൊണ്ടാ പോകുന്നത്. ലിമാ ബൈന യദൈഹി, അയാളുടെ മുൻഭാഗത്തുള്ളതിലേക്ക് തന്നെ അയാൾ നോക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ നോക്കുന്നത്? ആ മയ്യത്ത് കൊണ്ടുപോകും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി. മയ്യത്ത് കൊണ്ടുപോകാൻ മുമ്പിലുള്ള തട്ടിത്തടഞ്ഞ് വീണാൽ മയ്യത്ത് വീഴും, ആ ഇടങ്ങേറാകും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അയാളെ മുൻഭാഗത്തുള്ളതിലേക്ക് അയാളെ കണ്ണുകൂടെ കൊണ്ട് നോക്കുന്നുണ്ട്. അപ്പൊ അത് വിഭാഗത്താണ്, അത് ആരാധനയാണ്, അള്ളാഹുവിന് വഴിപ്പെടലാണ്. അവൻ മയ്യത്ത് ചുമക്കുന്നു, ബുദ്ധി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നിർമ്മിതികളെ കുറിച്ച് ആലോചിക്കുന്നു. എന്നാൽ മുൻഭാഗത്തുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഹിൻഡ്രൻസ് ഉണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവൻ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അന്ന് തന്നെ മാസിയം ബിരിജിലഹിൽ ഖബരി, അവന്റെ കൂട്ടുകാരന്റെ മയ്യത്തുമായി അല്ലെങ്കിൽ മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്തുമായിട്ട് അവൻ ഖബറിലേക്ക് രണ്ട് കാലുകളെ കൊണ്ട് നടക്കുകയാണ്. അവൻ രണ്ട് കാലം അങ്ങനെ എൻഗേജ് ആണ്. അതുപോലെ തന്നെ ചിന്ത അങ്ങനെ എൻഗേജ് ആണ്. അതുപോലെ അവന്റെ കൈകൾ അങ്ങനെ എൻഗേജ് ആണ്. അവന്റെ ചുമൽ അങ്ങനെ എൻഗേജ് ആണ്. അങ്ങനെ അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാഗിരൻ ലിസാനുഹു ബിദ്ദിക്രി, അവനെ മയ്യത്ത് കൊണ്ടുപോകാൻ വെറുതെ പോകാൻ പാടില്ലല്ലോ. ഷാഗിരൻ, അവൻ ജോലിയായ നിലയിലാണ്. ലിസാനുഹു, അവന്റെ നാവ് ബിദ്ദിക്രി, ദിക്ർ കൊണ്ട് അങ്ങനെ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ശബ്ദം താഴ്ത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഒരു വലിയ സൗണ്ട് ഒന്നും ഇല്ലാതെ നല്ല 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 താളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അപ്പൊ നാവ് കൊണ്ടുപോകാൻ പണിയെടുക്കുകയാണ്. അതിന്റെ ഉദ്നൈഹി ബിസ്തിമാഇ മാ ഫീ സവാബ്, ഉദ്നൈഹി, അവൻ രണ്ട് ചെവികളോ
ചെവികളെ ഇങ്ങനെ വിസ്തൃമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാഫി പ്രതിഫലാർഹമായ ഒന്ന്, എനിക്ക് ദിക്ർ കേൾക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഫലമുള്ളത് കേൾക്കുകയാണ്. അങ്ങനെ ചെവി കൊണ്ട് അവൻ അള്ളാഹുവിന് പ്രതിഫലം കിട്ടുന്ന കാര്യം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏതുപോലെ കല്ലംരി ബിൽ മഅറൂഫ് വന്നഹ്യി മുൻകർ, പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതുപോലെ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, തിന്മകാര്യം കൊണ്ട് തിന്മയായ കാര്യം കൊണ്ട് വിരോധിക്കൽ പോലുള്ള എന്തോ അങ്ങനെ പ്രതിഫലാർഹമായ കാര്യത്തെ കേട്ടുകൊണ്ട്, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട്, ഖബറിലേക്ക് നടന്നുകൊണ്ട്, മയ്യത്തിനെ ചുമന്നുകൊണ്ട്, അള്ളാഹുവിന്റെ നിർമ്മിതികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവൻ ആരാണ്? ഷക്കൂറാണ്. അഥവാ ഒരേ സമയം അവന് കിട്ടിയ എല്ലാ അവയവങ്ങളെയും, അവന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിലായി, അള്ളാഹുവിന്റെ ത്വാഅത്തിലായി വിനിയോഗിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആൾക്ക് പറയുന്ന പേരാണ് ഷക്കൂർ. അയാൾ ഷാക്കിർ അല്ല, ഷക്കൂറാണ്. ധാരാളമായി നന്ദി രേഖപ്പെടുത്തുന്ന ആളാണ്. അറബിയിലെ ഫഊല് വസിന് അങ്ങനെ ധാരാളം എന്ന അർത്ഥപ്രയോഗം നിന്ന് കിട്ടും. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അങ്ങനെ അള്ളാഹുവിന് ധാരാളമായി നന്ദി ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഷാക്കിർ എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിലായിട്ട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്ന ആൾക്ക് ഷാക്കിർ എന്ന് പറയാം. അതേസമയം ഷക്കൂർ എന്നാൽ ഒരേ സമയത്ത്, ഒറ്റ സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ചെലവഴിക്കുന്നവൻ എന്നാണ് ആ നന്ദി പ്രകടിപ്പിക്കുന്ന, ധാരാളം നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്ന് കൂട്ടത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇനി പറയാം ഹംദ് പറയാം. നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ, സ്തുതിയായ സ്തുതി ഒക്കെയും അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവാണ് അതിന്റെ ഉടമസ്ഥൻ, അവകാശി എന്ന് പറയുമ്പോൾ എന്താണ് സ്തുതിയായ സ്തുതിയൊക്കെയും? എല്ലാ മുഫസ്സിറുകളും പറഞ്ഞു. ഈ ഹംദിന്റെ ചർച്ചയെ പറഞ്ഞു കാണാം. വഅഖ്സാമുൽ ഹംദി അർബഅത്ത്, സ്തുതികൾ 4 ഇനമുണ്ട്. 4 ഇനം സ്തുതികളുണ്ട്. ഹംദാന് ഖദീമാൻ, പണ്ട് പണ്ടേയുള്ള 2 സ്തുതികൾ, അഥവാ അള്ളാഹുവിന്റെ സ്തുതികളാണ്. പണ്ട് പണ്ടേയുള്ള സ്തുതികൾ അഥവാ വഹുമ ആരാണ്? പണ്ട് പണ്ടേയുള്ള ഖദീമായ 2 സ്തുതികൾ എന്നാൽ ഹംദുല്ലാഹി നഫ്സഹു, അള്ളാഹുവിന്റെ സ്വയം, അവന്റെ നഫ്സിനെ അള്ളാഹു സ്വയം അവന് ഹംദ് ചെയ്തിട്ടുണ്ട്. അതാനഹു അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് എന്നൊക്കെ അള്ളാഹു പറഞ്ഞല്ലോ ഖുർആനിൽ. അപ്പൊ ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വന്തം നഫ്സിനെ ഹംദ് ചെയ്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം നഫ്സിനെ, സിറ്റാവായ റബ്ബ് ആ സിറ്റാവിനെ തന്നെ സ്തുതിച്ചിട്ടുണ്ട്. ആ സ്തുതി ഖദീമായ ഹംദാണ്. അതുപോലെ ഹംദുഹു ബഅദ് ഇബാദിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അടിമകളും ചിലരെ അള്ളാഹു സ്തുതിച്ചിട്ടുണ്ട്. അതും അള്ളാഹുവിന്റെ ഹംദാണ്. അതുകൊണ്ട് അത് ഖദീമായ ഹംദാണ്, അത് പുതുതായി ഉണ്ടായതല്ല. അള്ളാഹുവിന്റെ ഖദീമായ ഹംദാണ്. അവന്റെ അടിമകൾ ചിലരെ അള്ളാഹു തആല സ്തുതിച്ചിട്ടുണ്ട്. ഏതുപോലെ അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖുർആൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര നല്ല അടിമയാണ്, അള്ളാഹുലേക്ക് ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങിയിരുന്ന അടിമ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ നല്ല അടിമയാണ്. അള്ളാഹു തആല അവിടുന്ന് ഹംദ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ 2 ഹംദ്. ഒരു ഹംദ് സിറ്റാവായ അള്ളാഹു, സിറ്റാവായ റബ്ബിനെ തന്നെ സ്തുതിക്കുന്നു. മറ്റൊരു ഹംദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾ ചിലരെ അള്ളാഹു സ്തുതിക്കുന്നു. ഇങ്ങനെ 2 ഹംദ് ഉണ്ട്. അതുപോലെ ഹംദാനി ഹാദിസാനി, പുതുതായി ഉണ്ടാകുന്ന 2 ഹംദ്, അഥവാ അത് അള്ളാഹുവിന്റെ ഹംദല്ല, അള്ളാഹുവിന്റെ പടപ്പുകൾ വാങ്ങുന്നുണ്ടാകുന്ന ഹംദാണ്. രണ്ട് തരം ഹംദ്. അതാ വഹുമ അവ രണ്ടും ഹംദുനാ ലഹു തആല, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക, സിറ്റുകളാകുന്ന നമ്മൾ സിറ്റാവായ അള്ളാഹുവിനെ സ്തുതിക്കുന്ന സ്തുതി. എന്താ ബാക്കസ് എന്താ പറയുന്നുണ്ടോ? ഇല്ല. മൈക്കപ്പാക്ക്. ആ പിന്നെ അപ്പോ സിറ്റാവായ നമ്മൾ, സിറ്റുകളാകുന്ന നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കൽ, അതൊരു തരം സ്തുതിയാണ്. അതുപോലെ ഹംദു ബഅദിനാലി ബഅദിൻ, നമ്മിൽ ചിലരെ സ്തുതിക്കുക. സിറ്റുകളായ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിക്കുക. സിറ്റുകളായ നമ്മൾ പലരിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ, നമുക്ക് ഉപകാരമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സ്തുത്യർഹമായ ഒരു വിശേഷണത്തിന് മേൽ സിറ്റുകൾ മറ്റ് സിറ്റുകളെ സ്തുതിക്കുന്ന സ്തുതി. ഇങ്ങനെ 4 ഇനം സ്തുതികൾ മൊത്തമുണ്ട്. മൊത്തം തന്നെ പറഞ്ഞാൽ സിറ്റാവ് സിറ്റാവിനെ സ്തുതിക്കുക, സിറ്റാവ് സൃഷ്ടിയെ സ്തുതിക്കുക, സൃഷ്ടി സൃഷ്ടാവിനെ സ്തുതിക്കുക, സൃഷ്ടികൾ സൃഷ്ടികളെ സ്തുതിക്കുക. ഇങ്ങനെ 4 തരം സ്തുതികളുണ്ട്. ഈ സ്തുതിയുടെ എല്ലാം യഥാർത്ഥ അർഹൻ, ഇതിന്റെ എല്ലാം ശരിയായ ഓണർഷിപ്പ് ഉള്ളത് ആർക്ക് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് എന്നർത്ഥമാണ് അൽഹംദുലില്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം. എല്ലാ സ്തുതിയും, സ്തുതിയായ സ്തുതിയൊക്കെയും അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അതിന്റെ അവകാശി അള്ളാഹുവാണ് എന്നർത്ഥം. അപ്പൊ 4 തരം ഹംദ്. ഇനി പറയാം ഹംദ്. നമ്മൾ നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചർച്ച ചെയ്ത പോലെ തന്നെ ഹംദിനും പല മസ്അലയും വരും. ഹംദും ഫിഖ്ഹിയായി ചിന്തിക്കുമ്പോൾ, കർമ്മശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഹംദും പല ഇനങ്ങളിലായി വരും. അതാ യൻഖസിമുൽ ഹംദു, ഹംദ് അത് ഓഹരിയാകും, അല്ലെങ്കിൽ അത് ക്ലാസിഫിക്കേഷൻ ഉണ്ടാകും. എന്തിലേക്ക്? ഇലാ വാജിബിൻ, ചിലപ്പോൾ ഹംദ് വാജിബ് നിർബന്ധമാണ്.
ഹംദ് സ്തുതിക്കൽ എന്താണ്? അത് നിർബന്ധമായി വരും. അതേതുപോലെ കൽ ഹംദി ഫി സ്വലാഹ് വഫീ ഖുത്ബത്തിൽ ജുമുഅ, നിസ്കാരത്തിൽ ഹംദ് പറയൽ പോലെ, ജുമുഅ നിസ്കാരത്തിന്റെ ജുമുഅയുടെ ഖുത്ബയിൽ ഹംദ് പറയൽ പോലെ ഇവിടെയൊക്കെ ഹംദ് ചൊല്ലൽ നിർബന്ധമാണ്. നമുക്ക് ഏത് നിസ്കാരത്തിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാൻ നിസ്കാരം ഇല്ല, സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നിസ്കാരം ഇല്ല. സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അപ്പൊ അവിടെ ഹംദ് ചൊല്ലൽ നിർബന്ധമാണ്. അതുപോലെ വെള്ളിയാഴ്ച ഖുത്ബയുടെ റുക്കിനാണ്. അഥവാ ഹംദ് ചൊല്ലിയെങ്കിൽ ഖുത്ബ സ്വഹീഹല്ല, ഖുത്ബ ആവൂല. അപ്പൊ അന്നിലേക്ക് വെള്ളിയാഴ്ച ഖുത്ബയുടെ റുക്കിനാണ്, ഫർളായ ഘടകമാണ് ഹംദ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെയൊക്കെ ഹംദ് ചൊല്ലുന്നതിന്റെ വിധി എന്താണ്? വാജിബാണ്. അപ്പൊ ഹംദ് ഇതിലേക്ക് വാജിബായി വരും. അതുപോലെ വൈല മന്ദൂബിൻ ഹംദ് സുന്നത്തായി വരും. ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ഹംദ് സുന്നത്തായി വരും. ഏതുപോലെ കൽ ഹംദി ഫീ ഖുത്ബത്തിൻ നിക്കാഹ്, നിക്കാഹിന്റെ ഖുത്ബയിൽ ഹംദ് ചൊല്ലൽ പോലെ. നിക്കാഹിന് ഖുത്ബ സുന്നത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിക്കാഹിന് ഹംദ് കൊണ്ടുവരൽ അതും എന്താണ്? സുന്നത്താണ്. വഫീ ഇബ്തിദാഇ ദുആഇ, ദുആഇന്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നു. ദുആ ചെയ്യുന്നതിന്റെ അദബിൽപ്പെട്ട പ്രധാനപ്പെട്ട അദബാണ് ആ ദുആ ഹംദ് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞു. ദുആ ഹംദ് കൊണ്ട് തുടങ്ങണം, ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ അന്നിലേക്ക് ദുആഇന്റെ തുടക്കത്തിൽ ഹംദ് ചൊല്ലൽ അത് സുന്നത്താണ്. അതുപോലെ ബഅദൽ അക്ലി വശുർബി, തിന്നൽ കൂടിയും കഴിഞ്ഞാൽ, തീറ്റയും കൂടിയും കഴിഞ്ഞാൽ ഹംദ് ചൊല്ലൽ അത് സുന്നത്താണ്. അതുപോലെ വഫീ ഇബ്തിദാഇൽ കുതുബിൽ മുസന്നഫ, വിരചിതമായ ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിൽ നമ്മളെ ഗ്രന്ഥം രചിക്കുമ്പോൾ ആ ഗ്രന്ഥരചനയുടെ ആരംഭത്തിൽ അവിടെയും ഹംദ് ചൊല്ലൽ, ഹംദു സ്വലാത്തൊക്കെ സുന്നത്താണ്. വഫീ ഇബ്തിദാഇ ദർസിൽ മുദരിസിങ്ങളുടെ ദർസ് ആരംഭിക്കുമ്പോൾ അവിടെയും ഹംദ് ചൊല്ലൽ സുന്നത്താണ്. ഖിറാഅത്തി ത്വാലിബീന ബൈന യദൈൽ മുഅല്ലിമീൻ, ഉസ്താദുമാരുടെ മുമ്പിൽ കുട്ടികൾ വായിക്കുമ്പോൾ, മുതഅല്ലിമീങ്ങൾ ത്വാലിബീങ്ങൾ വിദ്യാർത്ഥികൾ വായിക്കുമ്പോൾ ആ സമയത്ത് ഹംദ് ചൊല്ലൽ സുന്നത്താണ്. ഇങ്ങനെ ഹംദ് ധാരാളം സ്ഥലങ്ങളിൽ സുന്നത്താണ്. ഹംദ് ചൊല്ലൽ ധാരാളം സ്ഥലങ്ങളിൽ സുന്നത്താണ്. അപ്പം സുന്നത്താകുന്ന ഘട്ടവുമുണ്ട്. വൈലാ മക്റൂഹൻ, നീ ഹംദ് ചൊല്ലൽ കറാഹത്താകും. ഹംദ് ചൊല്ലൽ കറാഹത്തായി വരുന്ന ഘട്ടമുണ്ട്. ഏതുപോലെ കൽ ഹംദി ഫിൽ അമാകിൽ മുസ്തഖിദറ, മ്ലേച്ഛമായ സ്ഥലങ്ങൾ ഹംദ് ചൊല്ലൽ അത് കറാഹത്താണ്. മ്ലേച്ഛമായ സ്ഥലങ്ങൾ ഏതുപോലെ കൽ മജ്സറ, ഈ അറബുശാല, അറക്കുന്ന സ്ഥലങ്ങൾ. അതുപോലെ വൽ മുസബ്ബല, ഈ വൃത്തികേടുകൾ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. ആ വേസ്റ്റ് ബിന്നുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ വേസ്റ്റുകളെ സമാഹരിച്ച സ്ഥലങ്ങൾ, അവിടെ വെച്ച് ഹംദ് ചൊല്ലൽ അത് കറാഹത്താണ്. അഥവാ മഹല്ലുൽ ഹിജാമ, കൊമ്പ് വെക്കുന്ന സ്ഥലം, ഇവിടെയൊക്കെ എപ്പോഴും നജസ്സുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇങ്ങനെ നജസ്സിന്റെ മ്ലേച്ഛതകളുടെ വൃത്തികേടുകളുടെ ഇടങ്ങളിൽ അവിടുന്ന് ഹംദ് ചൊല്ലൽ അതിന്റെ ഹുക്മ് കറാഹത്താണ്. അതുപോലെ വൈല ഹറാമിൻ, ഈ ഹംദിൽ ഹറാമായി വരും. ഏതുപോലെ കൽ ഹംദി ഇൻദൽ ഫറഹി ബിൽ വുഖൂഇ ഫി മഅസിയ, ഒരു മഅസിയത്ത് സംഭവിക്കുമ്പോൾ, ഒരു മഅസിയത്തിന്റെ അവിടെ സന്തോഷിച്ചുകൊണ്ട് ഹംദ് ചൊല്ലൽ ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വിലക്കിയ ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാലത്തൊക്കെ ധാരാളം വരാറുണ്ട്. നമ്മൾ ഈ ട്രോളുകൾ എന്ന് മനോഹരമായ പേരിട്ട് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാരെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചില അഭിമാനപൂർവ്വം ഹംദ് ചൊല്ലുന്ന അവസ്ഥയുണ്ട്. ഹംദ് ചൊല്ലൽ തന്നെ ഹറാമാണ്. തെറ്റുകളിൽ വ്യാപൃതനായിട്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് ഇന്ന് രണ്ടാമാരെ ഒതുക്കിളിയ എന്ന് പറഞ്ഞ് ഹംദ് ചൊല്ലുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ, അപ്പൊ ഹറാം എന്ന് പറഞ്ഞാൽ കല്ലൂടിയും അതുപോലെ തന്നെ വ്യഭിചാരവും മാത്രമല്ല ഹറാം. ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും ഒരു വിശ്വാസിയായ മനുഷ്യന്റെ രക്തവും ദമും അഭിമാനവും എല്ലാം ഹറാമാണ്. അപ്പൊ അതിനെ ഹനിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഹംദ് ചൊല്ലിയാൽ ആ ഹംദ് ചൊല്ലൽ ഹറാമാണ്. അപ്പൊ ഒരു തെറ്റായ കാര്യം, മാസിയത്ത്, ദോഷകരമായ ഒരു കാര്യത്തിൽ അത് ഏർപ്പെട്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് ഹംദ് ചൊല്ലലിന്റെ വിധി എന്താണ്? അത് ഹറാമാണ്. അപ്പൊ ഇങ്ങനെ ഹംദ് തന്നെ ഹറാമും കറാഹത്തും ഒക്കെയായി വരും എന്നർത്ഥം. ബിസ്മി പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അൽഹംദുലില്ലാഹിനെ കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം, ഹംദിനെ കുറിച്ച് ധാരാളം ഹദീസുകൾ, ഹംദിന്റെ മഹത്വത്തെ കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തരുമോ? അത് ഏതാ? ഹംദ് ചെല്ലാൻ പറ്റാത്ത ഒരു ഹറാമായ സ്ഥലം പറഞ്ഞില്ലേ ആദ്യം? സാധാരണ നമ്മളിപ്പോ എന്ത് ചെയ്യുക, ഇപ്പം കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, ഇത്തരം തുടങ്ങിയ ഏതെല്ലാം ഹറാമുകളുണ്ടോ, ഈ ഹറാമുകളുടെ ഘട്ടത്തിലൊന്നും ഈ ഹറാമുകൾ ചെയ്തതിന്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല. അടിയാനാണ് പെഗടിച്ചാൽ പറയാൻ പറ്റില്ല, നമുക്കറിയാലോ അല്ലേ? സ്ഥലത്തിന്റെ പേര്
സ്ഥലത്തിന്റെ പേരാണ് ഹറാമായ സ്ഥലങ്ങൾ, കറാഹത്തായ സ്ഥലങ്ങളാണ്, മ്ലേച്ഛമായ സ്ഥലങ്ങൾ. നമ്മൾ പറയാം അറവുശാല, അവിടെ എപ്പോഴും മൃഗത്തെ അറുത്ത് രക്തം വീഴുന്ന സ്ഥലമാണ്, അത് നജസിന്റെ സ്ഥലമാണ്. അതുപോലെ തന്നെ വേസ്റ്റ്, നമ്മൾ ഈ അടിച്ചു കൂട്ടുന്ന വേസ്റ്റുകൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലങ്ങൾ, അവിടെ വൃത്തികെട്ട സ്ഥലങ്ങളാണ്. ആ വൃത്തികെട്ട സ്ഥലങ്ങളിൽ വെച്ച് ഹംദ് പറയൽ കറാഹത്താണ്. അതുപോലെ തന്നെ കൊമ്പ് വെക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ നമുക്ക് ആ രീതിയിൽ വൃത്തിയില്ലാത്ത വൃത്തിഹീനമായ ദിക്റും ഹംദൊന്നും പറ്റാത്ത സ്ഥലങ്ങൾ, ബാത്റൂം വെച്ച് ഹംദ് പറയൽ എന്താണ്? കറാഹത്താണ്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെച്ച് ഹംദ് പറയുന്നതിന്റെ വിധി എന്താണ്? അത് മക്റൂഹാണ്, കറാഹത്താണ്. അത് തന്നെ ഹംദ് പറയുന്നത് നിന്ദിക്കാൻ വേണ്ടിയാണെന്ന് പിന്നെ കുഫ്രിയത്തിലേക്ക് വരെ പോകും. സംഗതി അടിസ്ഥാനപരമായ ഒരു വിധി നമ്മൾ അറിയാതെ പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പറയുന്നതിനെ കുറിച്ച് കറാഹത്ത് എന്ന് പറഞ്ഞു. ഇനി ഒരാൾക്ക് എന്ത് അങ്ങനത്തെ വിധി അറിയാം, എന്നാലും ഞാൻ ഇവിടുന്ന് കക്കൂസിന്ന് ഹംദ് പറയും എന്ന് എനിക്ക് ഹംദ് പറഞ്ഞാലോ, അത് ഹറാമിനപ്പുറം ഒരു വേള ഇസ്ലാം ദീനിൽ തെറിച്ചു പോകാൻ കാരണമാകും. കാരണം എന്താ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശുദ്ധമായ ഇസ്മിനെ പരിഹസിക്കലുണ്ട്, അള്ളാഹുവിന്റെ ഹംദിനെ പരിഹസിക്കലതിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ, വൃത്തിഹീനമായ സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ഹംദ് ചെയ്യുന്നതിന് വിധി എന്താ? കറാഹത്താണ്. അപ്പൊ അതിന് ഉദാഹരണമായി 2-3 അതുപോലെ നമുക്ക് ഏതും വെക്കാം. വൃത്തിയില്ലാത്ത, എപ്പോഴും നജസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ പന്നിയുടെ ആലയം, നായയുടെ ആലയം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതൊക്കെ മൃഗശാലകൾ, മൃഗങ്ങളുടെ വിശ്രമത്തിന് വേണ്ടി ഒരുമിച്ചുകൂടുന്ന സ്ഥലങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുക, ആ തരത്തിൽ എപ്പോഴും നജസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ വെച്ച് ഹംദ് ചെയ്യലിന്റെ വിധി എന്താ? കറാഹത്തായി വരും. എന്നാൽ ഹറാമായ കാര്യങ്ങൾ, മഅസിയത്തായ കാര്യങ്ങൾ സന്തോഷിച്ചുകൊണ്ടെന്നാണ് അവിടെ ഹംദ് ചെയ്യലോ, അത് വിധി ഹറാമുമാണ്. എന്താ നീർവലി? ഇനിയും വിശദീകരിക്കണം, മനസ്സിലായില്ലേ? സംഭവിക്കുന്ന വിലക്കിയ സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ഏത് പറയല് ഹറാമാന്ന് പറഞ്ഞു? ഏതാണ് വിലക്കിയ സ്ഥലങ്ങൾ? വിലക്കിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, വിലക്കിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ബാത്റൂം പോലുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ദിക്റൊന്നും കൊണ്ടുവരാൻ പാടില്ലല്ലോ. ഇനി ഈ ഹംദ് പറയുന്ന മഹത്വത്തെ കുറിച്ച് ധാരാളം ഹദീസുകൾ, ധാരാളം ഹദീസുകൾ ഹംദിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു, എല്ലാരും ഇല്ലേ ക്ലാസ്സില്? ആരും ഉറങ്ങുന്നുണ്ടോ? ഞാൻ പിന്നെ ഷെയർ ചെയ്ത് വായിക്കുന്നോണ്ടേ ആരൊക്കെ അവിടെ ഉള്ളത്, എന്തൊക്കെയാ ഹവാലെന്ന് പലപ്പോഴും അറിയാൻ പറ്റില്ല. ഇനി അപ്പോ റുബിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു അസ്സ വജല്ല യുഹിബ്ബു അൻ യഹ്മദഹു, അല്ലാഹു അവനെ ഹംദി യുഹിബ്ബു അൻ യഹ്മദഹു, അവനെ ഹംദ് ചെയ്യപ്പെടാൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നതിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ള കാര്യമാണ് അവന്റെ സ്തുതി പറയുക, അവനെ കുറിച്ച് ഹംദ് ചെയ്യുക എന്നുള്ളത്. അഖ്റജ ദൈലമി മർഫൂഅൻ, നാം ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നല്ലാഹു യുഹിബ്ബുൽ ഹംദ യഹ്മദു ബിഹി, ഇന്നല്ലാഹു യുഹിബ്ബുൽ ഹംദ യഹ്മദു ബിഹി ലിയുസീബ ഹാമിദഹു വജഅല അൽ ഹംദ ലിനഫ്സിഹി ദിക്റൻ വലിഇബാദിഹി ദുഖറാ. നാം ദൈലമി റിപ്പോർട്ട് ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹംദ് ചെയ്യപ്പെടലിനെ, അവനെ സ്തുതിക്കലിനെ അള്ളാഹു ഇഷ്ടം വെക്കുന്നു. എന്തിനാ? അതിൽ യുസീബ ഹാമിദഹു, ആരാണോ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. മാത്രമല്ല വജഅലൽ ഹംദ, അള്ളാഹു തആല ഹംദിനെ ആക്കിയിരിക്കുന്നു ലിനഫ്സിഹി ദിക്റാ, അവന്റെ നഫ്സിന് അള്ളാഹു ദിക്ർ ആക്കിയിരിക്കുന്നു, വലി ഇബാദിഹി ദുഖറ, അവന്റെ അടിമകൾക്ക്, അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന അടിമകളാരോ അടിമകൾക്ക് അള്ളാഹു തആല ഒരു വലിയ ശേഷിപ്പ്, ആഖിറത്തിലേക്ക് ബാക്കിയാകുന്ന വലിയൊരു ശേഷിപ്പാക്കി അള്ളാഹു തആല വെച്ച സംഭവമാണ് ഹംദ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഹംദ് ചെറിയ സംഗതിയല്ല, എപ്പോഴും മുറുകെ പിടിക്കാൻ പറ്റിയ സംഗതിയാണ് എന്ന്. വഫി ബദറുൽ മുനീർ, ബദറുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, അൻഹു അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു, നബി ഞങ്ങൾ പറയാ, ഹംദുല്ലാഹി അമാനുൽ നിഅമതി മിൻ സവാലിഹാ. ഹദീസ് ഇങ്ങനെയാണ്, ഹംദുല്ലാഹി, അല്ലാഹുവിനെ ഹംദ് ചെയ്യൽ, ഹംദുല്ലാഹി അല്ലാഹുവിനെ ഹംദ് ചെയ്യൽ, അമാനുൻ അത് വലിയ കാവലാണ്, അത് വലിയ സുരക്ഷിതത്വമാണ്, ലിൻ നിഅമതി അനുഗ്രഹങ്ങൾക്ക്, മിൻ സവാലിഹ നീങ്ങിപ്പോകാതിരിക്കാൻ. അപ്പൊ അനുഗ്രഹം, ഉള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള വലിയ കാവലാണ്, അതിന് വലിയ സുരക്ഷിതത്വം ഒരുക്കുന്ന സംഗതിയാണ് ഹംദ് ചൊല്ലൽ എന്ന. അപ്പൊ ഹംദ് ധാരാളം വർദ്ധിപ്പിക്കുന്ന ആൾക്കാരാണ് അവരെ നിഅമത്ത് നീങ്ങിപ്പോകൂല എന്നർത്ഥം.
അവിടെയൊക്കെ നമ്മൾ അറബ് സഹോദരന്മാരുടെ വലിയ മെച്ചം മനസ്സിലാക്കേണ്ടത്. നമ്മളെക്കാളൊക്കെ എത്രയോ ഹംദ് പറയാൻ, അൽഹംദുലില്ലാ 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 അലിഫ്ലാമൊന്നും കേട്ടില്ലെങ്കിലും എപ്പോഴും ഹംദ് ഇങ്ങനെ പറയാൻ ഒരു വലിയ മിടുക്കരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു നിയമത്ത് ഏറ്റിക്കൊടുക്കും. നിയമത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഉള്ള നിയമത്തിനെ അള്ളാഹുത്തിന് വലിച്ചു കളയുകയില്ല. അപ്പൊ നിയമത്ത് നീങ്ങിപ്പോകാതിരിക്കാനുള്ള, നിയമത്തിന് വലിയ സുരക്ഷിതമായി വലിയ അമാനായി അള്ളാഹുത്തിനെ വെച്ച ഔഷധമാണ് ഹംദ്, അള്ളാഹുവിനെ ഹംദ് പറയൽ എന്ന് അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു ഹദീസാണ്, ഹംദുല്ലാഹി അള്ളാഹുവിനെ ഹംദ് ചെയ്യൽ അത് അമാനുൻ, അത് സുരക്ഷിതമാണ്, അത് വലിയ കാവലാണ്, നിഅമതി അനുഗ്രഹങ്ങൾക്ക്, മിൻ സവാലിഹ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്. അപ്പൊ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള വലിയ കാവലാണ് അള്ളാഹുവിനെ ഹംദ് ചെയ്യൽ എന്നർത്ഥം. അതുപോലെ വഅൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നബി തങ്ങൾ പറയുകയാണ്, മൻ ലബിസ സൗബൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വസ്ത്രം ധരിക്കുന്ന സമയത്ത് ദിക്ർ നമുക്ക് കാണാൻ അറിയാം, നമ്മൾ ചെല്ലുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലബിസ സൗബൻ, ഒരാൾ വസ്ത്രം ധരിച്ചാൽ, ഫഖാല എന്നിട്ട് അവൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്, എങ്ങനത്തെ റബ്ബ്, കസാനി ഹാദാ സൗബ് അവനാണ് ഈ വസ്ത്രത്തെ എന്നെ ധരിപ്പിച്ചത്, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്റെ അടുക്കുന്ന ഒരു കഴിവ് ഒരു ശക്തിയും ഇല്ലാതെ എന്നെ ധരിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ആ അല്ലാഹുവിനാണ് സർവസ്തുതി എന്ന് അർത്ഥം വരുന്ന ഹംദ് ഒരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ ഗതകാല പാപങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോ കേവലം വസ്ത്രം ധരിച്ച ഉടനെ ഈ ഹംദ് ഇങ്ങനെ ചൊല്ലിയാൽ അത് കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാല പാപങ്ങൾക്ക് പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഹംദിന്റെ വലിയൊരു മഹത്വമാണത്. അതുപോലെ ഹദീസിൽ വഅഫ്ളലുൽ മഹാമിദി, ഇങ്ങനെ ചെന്ന ഹംദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശേഷമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഹംദാണ് അയ്യഖൂലൽ അബ്ദു, ഒരു അടിമ പറയുക. എന്താ, ഹംദുകൾ പലതരം ഹംദുണ്ട്. ആ ഹംദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹംദാണ് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന ആ ഹംദ്. അതുകൊണ്ട് നമ്മുടെ ഉസ്താമാരൊക്കെ ദുആന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ വരുന്നത്. ഹംദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ഹംദാണ് ഹംദ്. പല ഹംദിന്റെ പ്രയോഗമാണ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന, അങ്ങനെ തുടങ്ങി എത്രയല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പല ഹംദുകളുമുണ്ട്. പക്ഷേ ഈ ഹംദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സ്തുതികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അഫ്ളലായ, എല്ലാ ഹംദിനെയും കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഹംദാണ് എന്ത്, അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സർവസ്തുതി, ഹംദൻ ഒരു സ്തുതിക്കൽ, യുവാഫി നിഅമഹു അത് ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പൂർത്തിയാക്കി വിട്ടുന്ന, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ എണ്ണമറ്റ പരകോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ മുവാഫിയാകുന്ന ഒരു ഹംദ്, അതിനോട് പൂർത്തിയാക്കി വിട്ടുന്ന ഒരു ഹംദ് അള്ളാഹുവെ ഹംദ് ചെയ്യുന്നു. വയുകാഫി മസീദ, മാത്രമല്ല ആ ഹംദിനേക്കാൾ ഏറിയതിനോട് പകരമാകുന്ന ഹംദ് എന്നർത്ഥം വരുന്ന ഈ ഒരു ഹംദുകളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ സ്തുതികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹംദാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം, പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരടിമ അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന് പറയാനാണ് വേണ്ടത്. മാത്രമല്ല ലമ്മാ വറദ ഇന്നല്ലാഹു തആല ലമ്മാ അഹ്ബത അബാന ആദമ ഇലൽ അർദ്, ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പാപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഖാല, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു വന്ന, യാ റബ്ബ്, ഓ റബ്ബേ, എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, അല്ലിംനി അൽ മകാസിബ, എനിക്ക് തൊഴിൽ പഠിപ്പിച്ചു തരണം. സ്വർഗ്ഗമല്ലല്ലോ, ഭൂമിയിലെത്തിയില്ലേ, ഭൂമിയിൽ അധ്വാനിച്ചു വേണം ജീവിക്കാൻ. ഉപ്പാപ്പ ആദം നബി അലൈഹി സ്വലാം തുടങ്ങിയ പണിയാണ്, പണിയെടുത്തിട്ടാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്, അധ്വാനിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കാനുള്ള വിഭവം കണ്ടെത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് കസ്ബുകളെ, തൊഴിൽ പഠിപ്പിച്ചു തരണം, എനിക്ക് തൊഴിൽ പഠിപ്പിച്ചു തരണേ റബ്ബേ. അതുപോലെ പിന്നെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, നിനക്കുള്ള സ്തുതികീർത്തനങ്ങൾ, നിനക്കുള്ള സ്തുതികളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു കലിമത്തേക്ക് പഠിപ്പിച്ചു തരണം, നിനക്കുള്ള സ്തുതികളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന, എല്ലാ സ്തുതികളെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന കലിമത്തിലേക്ക് പഠിപ്പിച്ചു തരണം റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹുവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിലേക്ക് വഹി അറിയിച്ചു, അൻഖുൽ സലാസ, ഓ ആദമേ, ഞങ്ങൾ 3 പ്രാവശ്യം പറയുക,
ഇന്ദ കുല്ലി സബാഹിൻ വമസായിൻ, എല്ലാ പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും എല്ലാ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ 3 പ്രാവശ്യം പറയണം. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു. നിഅമഹു എന്നാ പറയേണ്ടത്. അങ്ങനെ നൂനിന് കസർ, ഐനിന് ഫത്ഹാണ്. ഐനിന് ഫത്ഹാണ്. ഹംദൻ അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു. നിഅമ അല്ല, ഐന് സുകൂനല്ല. സംഗതി പറയുമ്പോ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ അതിന് സുക്കൂനായി പോകും. ശരിക്ക് നിഅമത്ത് എന്നതിന്റെ പ്ലൂറലാണ് നിഅമ. നിഅമത്തിന് അനുഗ്രഹം. നിഅമ് ഫിഅല് വസനാണ്. നൂനിന് കസർ, ഐന് ഫത്ഹ്, മീമിന് ഫത്ഹ്. അപ്പൊ നിഅമ അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ നിഅമ എന്നാണ്. അപ്പോ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം, അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന ആ ഹംദ്, ഓ ആദമേ, തങ്ങൾ അവിടുന്ന് പ്രഭാതത്തിലും പ്രബോധത്തിലും 3 പ്രാവശ്യം പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹി കിട്ടി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ചൊല്ലി. അപ്പൊ അവിടുന്ന് ചൊല്ലി തന്ന ഹംദാണ് ഇന്ന് നമ്മൾ ഉസ്താദന്മാരൊക്കെ എല്ലായ്പ്പോഴും ദുആന്റെ ആരംഭത്തിൽ പറയുന്ന ഹംദ്. അപ്പൊ ഏറ്റവും എന്തോ യുവാഫി എന്ന് പറഞ്ഞ എന്തേലും ശരിക്കും യുവാഫി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാഫി പറഞ്ഞില്ലേ, വാഫ യുവാഫി പൂർത്തിയാക്കി വിടുക എന്നാണ്. പൂർത്തിയാക്കി വിടുക. പൂർത്തിയാക്കി വിടുക. അപ്പൊ അള്ളാഹുവെ അവന്റെ അനുഗ്രഹങ്ങൾ എത്രയാ, പരിശുദ്ധം കോടികൾ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി വിട്ടുന്ന ഒരു ഹംദ് നമുക്ക് പൂർത്തിയാക്കി വിട്ടാനും കഴിയില്ല. ഞങ്ങൾ ഹംദ് പറഞ്ഞിട്ട് അങ്ങനെ പറയുക, അള്ളാഹു തന്നെ പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് മുവാഫിയാകുന്ന, അതിനോട് പൂർത്തിയാക്കി വിടുന്ന ഒരു ഹംദ്, ആ ഹംദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്ഥിരപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്ന എന്ത് സ്തുതിയാണ് അത്? അള്ളാഹുവിന്റെ എണ്ണമറ്റ അളവറ്റ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളോട് മുവാഫിയാകുന്ന, അതിനെ പൂർത്തിയാക്കി വിട്ടാൻ പറ്റുന്ന ഒരു ഹംദ് ചെയ്യുന്നു. അതുപോലെ കാഫി മസീദ്, അതിനേക്കാൾ ഏറെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കാൾ ഏറി മതിയാകുന്ന ഒരു ഹംദിനെയും ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് ഹംദ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ അങ്ങനെ ഹംദ് പറയൽ, അതാണ് ഏറ്റവും സമ്പൂർണമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഹംദ് എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് വലിഹാദ, കണ്ടില്ലേ, വലിഹാദ ലൗ ഹലഫ ഇൻസാനുൻ, ഇക്കാരണം കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സത്യം ചെയ്താൽ, സത്യങ്ങൾ പല സത്യം ചെയ്യലോ ഓരോരുത്തർ. അപ്പൊ സത്യം ചെയ്താൽ എന്ത്? സത്യം പാലിക്കണോ? സത്യം പാലിച്ച് പിന്നെ സത്യം പഠിച്ചതിന് പരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരാള് ലൗ ഹലഫ ഇൻസാൻ, ഒരു മനുഷ്യൻ സത്യം ചെയ്താൽ, എന്താ സത്യം ചെയ്തത്? ഈ ലോകത്തുള്ള എല്ലാ ഹംദുകളെയും സാകല്യം, മുഴുവൻ ഹംദുകളെയും കൂട്ടിട്ട് ഞാൻ അള്ളാഹുവിന് ഹംദ് ചെയ്യുന്ന ഒരാൾ സത്യം ചെയ്തു. ഒരു മനുഷ്യന്റെ സത്യം എങ്ങനെയാണ്? ഈ ലോകത്തുള്ള എല്ലാ സത്യങ്ങളെയും കൂട്ടി ഞാൻ അള്ളാഹുവിന്, എല്ലാ ഹംദുകളെയും കൂട്ടി, എല്ലാ സ്തുതികളെയും കൂട്ടി അള്ളാഹുവിന് ഞാൻ സ്തുതിക്കുമെന്ന് ഒരാൾ സത്യം ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ മഹാനൊരു മസല പറയുന്നു, ബർറബി ദാലിക, അയാൾ ഈ വാക്ക് പറഞ്ഞാൽ അത് വീട്ടും. ഏത്? അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന വാക്യം പറഞ്ഞാൽ, എന്ന ഹംദ് ചൊല്ലിയാൽ ഈ പറഞ്ഞ സത്യം വീടാവുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആദം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തതുപോലെ എല്ലാ ഹംദുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രവിശാല അർത്ഥമുള്ള, കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധം കോടിക്കണക്കിന് നിഅമത്തുകളെ എടുത്തു പറഞ്ഞ് അതിന്റെ മുവാഫിയായി വരുന്ന ഹംദിനെ പറയുന്ന ഹംദാണ് ഈ ഹംദ്. അപ്പൊ ഈ ഹംദ് പറഞ്ഞാൽ ആ സത്യം പുലരും, അല്ലെങ്കിൽ ആ സത്യം ചെയ്ത ആൾക്ക് അയാളുടെ സത്യം വീട്ടാൻ പറ്റുമെന്ന് മഹാന്മാര് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ വളരെ അർത്ഥസമ്പൂർണമായ, വളരെയധികം ഫലപ്രദമായ ഹംദാണ് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന് പറയുന്ന ഹംദ്. പിന്നെ ഹംദിനെ കുറിച്ച് പറയുക, ഖാല ബഅദുൽ ആരിഫീൻ, മഹാന്മാർ, മഹത്തുക്കളായ ആരിഫീങ്ങൾ ചില ആൾക്കാർ പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന പദം സമാനിയത്തു ഹറുഫ്, അത് 8 അക്ഷരങ്ങളാണ്. നമ്മള് നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ 19 അക്ഷരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ അൽഹംദുലില്ലാ എന്നത് 8 അക്ഷരങ്ങളാണ്. ഫാത്തിഹ 7 ആയത്താണെന്നും ആ 7 ആയത്ത് 7 അത് നരകത്തിന്റെ വാതിലുകളാണെന്നും, ഫാത്തിഹ സൂറത്ത് ഓതിയാൽ നരകത്തിന് കാവലാണ് എന്നും ഹദീസ് പഠിപ്പിച്ചു തന്നു. അതുപോലെ അൽഹംദുലില്ലാ എന്നത് സമാനിയത്ത് ഹറുഫ്, 8 ഹർഫുകളാണ്. അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ പോലെ തന്നെ. സ്വർഗത്തിന് 8 വാതിലുകളാണ് ഉള്ളത്. അതുകൊണ്ട് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ആര് ഹംദ് പറയുന്നുവോ, അങ്ങനെ ഹംദ് പറയുന്ന ആൾക്ക്
സുഖലോക സ്വർഗത്തിന്റെ കവാടങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ കടക്കാൻ കഴിയുമെന്ന് മഹത്തുക്കളായ ആരിഫ്യങ്ങൾ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ ഹംദ് ചെല്ലുന്ന ആൾക്ക് അയാൾക്കുള്ള ആദരവായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളതിലൂടെ കടക്കാമെന്ന ഖിയാറ്, ഇഷ്ടം പ്രവർത്തിക്കാൻ അയാൾക്കുള്ള ചോയ്സ് കിട്ടുന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ സാബിഖാനിലേക്ക് അയാൾ എവിടെ കൂടെ കടക്കണം, അതിനാണ് അയാൾ തിരഞ്ഞെടുക്കുക, അതിലൂടെയാണ് അയാൾ കടക്കുക, അങ്ങനെ ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ സ്വർഗത്തിന്റെ കവാടങ്ങളുടെ എണ്ണം 8 വരുന്ന അതേ 8 ഹർഫുകളാണ് അൽഹംദുലില്ലാഹിക്കുള്ളത് എന്നർത്ഥം. അപ്പൊ ആ രീതിയിൽ ഹംദ് വലിയ സ്ഥാനവും ബഹുമാനവുമുള്ള സംഗതിയാണ്. ഹംദിനെ കുറിച്ച് ധാരാളം ഹദീസുകളുണ്ട്. കേൾക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട 1-2 ഹദീസുകൾ പ്രത്യേകിച്ചുണ്ട്. നമുക്കിപ്പോ സമയം കഴിയുന്നു, അപ്പൊ അത് പിന്നെ കൊണ്ട് വായിക്കാൻ തരുന്നു. അപ്പോ ഹംദ് പറയണം. അപ്പൊ ഹംദ് വളരെയധികം മഹത്വമുള്ള ദിക്റാണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ നിലനിന്നു പോകാൻ ശേഷം ഹദീസിൽ കാണാം ഹംദ് വലിയ ദുആ ആണ്. ഹംദ് കേവലം ദിക്റല്ല, വലിയ അഫ്ളലു ദുആ അൽഹംദുലില്ലാഹ് ഹദീസിലുണ്ട്. അപ്പോ അന്നിലേക്ക് ഹംദിന് വലിയ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. ഹംദുകളുടെ കൂട്ടത്തിൽ എല്ലാ ഹംദുകളെയും കൂടി ഒരുമിച്ച് കൂട്ടുന്ന വലിയ മഹത്തരമായ ഒരു ഹംദിന്റെ പ്രയോഗമാണ് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന പ്രയോഗം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളം ഹംദ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വായിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. എന്താ ചോദിക്കാനുണ്ടോ? എന്ത് സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അല്ല, ഈ അൽഹംദ് പറയുമ്പോ ഈ ഉസ്താദ് പറഞ്ഞ പോലെ ഈ അൽഹംദുലില്ലാഹി അഹ്യാന ഇത് ഇപ്പൊ പറഞ്ഞില്ലേ, അത് പറയുന്നതല്ലേ? എങ്ങനെയാ നമ്മൾ സാധാരണ ഒരു അൽഹംദ് പറയുന്നില്ലല്ലോ, അതിന് ബദലായിട്ട് ഉസ്താദ് പറഞ്ഞില്ല 3 പ്രാവശ്യം പറയുന്നത്. അല്ല, അത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു അള്ളാഹു നിർദ്ദേശമാണ്. എല്ലാ പ്രഭാതത്തിനും പ്രദോഷത്തിനും 3 വട്ടം ചെല്ലണം. നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ, നമ്മൾ ചെല്ലണം. എല്ലാ സുബഹിക്കും ചെല്ലേണ്ടതുണ്ട്. അത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹദ്ദാദ് ഉണ്ടാക്കിയ അവിടെ വിറുദുൽ ലത്തീഫ് ചെല്ലിയാലേ, വിറുദുൽ ലത്തീഫ് ചെല്ലിയാൽ എന്ത് ചെയ്യാ? വിറുദുൽ ലത്തീഫിലുണ്ട് ആ ദിക്റുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി അമന്തു ബില്ലാഹിൽ അദീം വകഫർതു. പിന്നെ അതിൽ എന്ത് ചെയ്യാ? പിന്നെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു മിൻക ഫീ നിഅമത്തി വആഫിയ. അത് കഴിഞ്ഞ് إني أسمعت وشهدك وشهد حملك عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن سيدنا محمد عبدك ورسولك. ذكر ശേഷം പിന്നെ ذكر الحمد لله حمدا يوافي نعمه ويكافئ മസീദ. അപ്പൊ ആ ദിക്ർ വിറുദുൽ ലത്തീഫ് വരുന്നുണ്ട്. അപ്പൊ ചില രാവിലെ ചില സുന്നത്തായ ദിക്റാണ്, ആദം നബി അലൈഹി സ്വലം ചെല്ലിപ്പിച്ചാണ്. അപ്പൊ ഈ വിറുദുൽ ലത്തീഫ് എന്ത് ചെയ്യാ? വൈകുന്നേരം ചെല്ലേണ്ടതുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് രാവിലെ വൈകുന്നേരം ചെല്ലിയാൽ എന്താണ്? വലിയ ഫലവത്തായ ദിക്റാണ്. എല്ലാ ഹംദും ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ദിക്റാണെന്ന് അർത്ഥം. എന്നാൽ ഓരോ സന്ദർഭങ്ങളിൽ ദിക്റുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം ധരിക്കുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ആ ഹംദിലാണ് നല്ലത്, ആ ഹംദിലാണ് നല്ലത്. അതുപോലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ, ആ ദിക്റിലാണ്, ആ ഹംദിലാണ് വേണ്ടത്. അവന് ഓരോടത്തും അങ്ങനെ വാരിതായി വന്ന ദിക്റുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് വേണ്ടത്. അതേ സമയത്ത് അലലിത്തിലാക്ക് മുത്തലക്ക് നിരുപാധികമായുള്ള സ്ഥലത്ത് അവിടെയൊക്കെ നമുക്ക് ഏത് ഏറ്റവും ശ്രേഷ്ഠമായ ഹംദ് ഏതാണ്? അത് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന്. അതുകൊണ്ട് ദുആയിൽ ഏത് ഹംദും പറയാം. ദുആ പല ഉസ്താദുമാരും പലതും പറയാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഏതാണ്? അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അതാകാൻ കാരണം ഈ പറയും മുഴുവൻ ഹംദുകളെ ഒരുമിച്ച് കൂട്ടുന്ന വലിയ മഹത്തരമായ ഹംദാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. സമയമായി. പറയ് പെട്ടെന്ന് പറയും. നമ്മള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്? അങ്ങനെ തന്നെ പറയുന്നത് നല്ലത്? അല്ലല്ല, പറഞ്ഞില്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്ത് നല്ലതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ല, ഫാത്തിഹ ചൊല്ലുമ്പോഴല്ല, നമ്മള് സാധാരണ പുറത്ത് നിസ്കാരത്തിന് അല്ലാത്ത സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഹംദൻ യുവാഫി നിഅമഹു മസീദ എന്ന് പറയുന്നതാണ് നല്ലത്? അത് അൽഹംദുലില്ലാഹി പറയുമ്പോൾ അൽഹംദുലില്ലാഹി പറഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി റബ്ബിൽ ആലമീൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അല്ലെ? അത് നല്ലതാണ്. അതേസമയത്ത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ അലലിത്തിലാക്ക് എല്ലാ ഹംദിനെയും കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു ശ്രേഷ്ഠമായ ഏറ്റവും ഫദീലത്തുള്ള അല്ലെങ്കിൽ എല്ലാ ഹംദിനെയും കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഹംദ് ഏതാണ്? അത് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ തന്നെ.
അപ്പൊ അത് ചെല്ലാൻ പറ്റും. ഏതാണ് നല്ലത്? അതേ സമയത്ത് അൽഹംദുലില്ലാഹ് അല്ലാണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ, കാരണം അലി റബ്ബിൽ ആലമീൻ കൂടി വരുന്നുണ്ടല്ലോ. മനസ്സിലായോ? അൽഹംദുലില്ലാഹി ഹംദി യുവാഫി നിമികാഫി മസീദ എന്ന് പറയേണ്ടത് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ. കേട്ടോ? ആ നമുക്ക് അവസാനിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുരന്തപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുരന്തപ്പെട്ട എല്ലാ മനുഷ്യർക്കും അള്ളാഹു തആല അവന്റെ കാരുണ്യം കൊടുത്ത് അള്ളാഹു അവർക്ക് ആഫിയത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളത്തിൽ ദുരന്തങ്ങളത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും മുറാദുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു തആല അവരുടെയൊക്കെ മുറാദ് എന്താണോ അള്ളാഹു ആ മുറാദുകൾ പെട്ടെന്ന് ഹാസിലായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമുക്ക് നല്ല സന്തോഷമുള്ള സാഹചര്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലെ എല്ലാ ഹമ്മും അള്ളാഹു തആല മാറ്റിത്തരട്ടെ. അള്ളാഹു തആല കാര്യങ്ങൾക്കെല്ലാം എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. جمعنا هذا جمعا مرحوما تفرقنا من بعد تفرقا معصوما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. എല്ലാം ഈ ഉറക്കം മാറ്റി ക്ലാസ് നിർത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് സമയം നടക്കണം. കൂട്ടുകാരെയൊക്കെ ഒന്ന് അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ്.